അസ്സലാമലൈക്കും. ഇപ്പം ആകെ പ്രതിസന്ധിയിലായി. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. ഉത്തരാധുനിക നാടകവേദി, സമകാലിക നാടകവേദി, നവനാടകവേദി എന്താണോ, അല്ലെങ്കിൽ പരീക്ഷണ നാടകവേദി, അല്ലെങ്കിൽ ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായ നാടകവേദി, ഇങ്ങനെ പലതരത്തിൽ പറയാം നമ്മുടെ ഈ വിഷയത്തെ തന്നെ. ശരിക്കും പറഞ്ഞാൽ അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പണ്ടത്തെ നാടകത്തിൽ നിന്ന് പുതിയ നാടകങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ. ആ വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ടത് പണ്ടുണ്ടാവും. ഇപ്പോൾ ഈ വ്യത്യാസമൊക്കെ പണ്ടും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാം. പഴയൊരു ഇപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാടക ചരിത്രത്തിലൊക്കെ പറയാറുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇത് രംഗപടം ഉണ്ടല്ലോ, രംഗപടം അത് ആകെ 4 ആയിരുന്നു പഴയ കാലത്ത്. വളരെ എനിക്ക് തോന്നുന്നു 1940കളിലോ മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷണൽ നാടകങ്ങളുടെ ആദ്യകാല രൂപങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഒന്നൊരു പൂന്തോട്ടം, ഒന്നൊരു കൊട്ടാരം, അങ്ങനെ വളരെ പരിമിതമായ കുറച്ച് സെറ്റുകൾ. അപ്പോൾ അതിനകത്ത് ഒരു വലിയ വരൾച്ച ആണ് കഥയുടെ സന്ദർഭം. വരൾച്ച ഉള്ള ഒരു സ്ഥലത്ത് ദാഹിച്ച് വളരെ തൊണ്ട വരണ്ട് ഒരു കഥാപാത്രം രംഗത്ത് വരുന്നു. അപ്പോൾ പിറകിൽ പക്ഷേ ആ നാടക സംഘത്തിനുള്ള 4 സെറ്റിൽ 4 പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ കർട്ടനിൽ ആകെ 4 എല്ലാ ഇടയ്ക്കിടയ്ക്കത് മാറ്റി മാറ്റി ഇടുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉള്ളത് നല്ല വെള്ളം ഒഴുകുന്ന ഒരു മനോഹരമായ ഒരു അരുവിയാണ്, ഒഴുകി ഒഴുകി ഇങ്ങനെ പോകുന്നൊരു അരുവിയാണ്. അപ്പോൾ ആ അരുവിയുടെ മുമ്പിലിരുന്നു കൊണ്ടാണ്. അപ്പോൾ ഈ പിന്നിലെ ഈ തിരശ്ശീലയെ സംബന്ധിച്ചോ അതിൻ്റെ അർത്ഥത്തെ പറ്റിയൊന്നും ആലോചന ഇല്ലാത്ത തരത്തിലായിരുന്നു ആദ്യകാലത്ത് നാടകത്തിലെ ഇത്തരത്തിലുള്ള പിന്നെ ഇത് പോയിരുന്നതെന്നുള്ള അർത്ഥമാക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇയാൾ അയ്യോ ദാഹിച്ച് വരണ്ടിരിക്കുന്നു തൊണ്ട എന്ന് പറഞ്ഞപ്പോൾ കാണികളിൽപ്പെട്ട ഏതോ ഒരാൾ പിന്നിലതാണ് വെള്ളം, അതിന് കുടിച്ചോ എന്ന് അവിടുന്ന് ഒച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ആ കാണികളൊക്കെ ചിരിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അരങ്ങിൽ ഉപയോഗിക്കുന്ന ഓരോന്നിനും അർത്ഥമുണ്ട് എന്നാണ് ആ സാധാരണക്കാരനായ കാണി വിളിച്ചു പറഞ്ഞതിൻ്റെ ഒരർത്ഥം. അപ്പോൾ അരങ്ങിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ഇങ്ങനെ നടന്നാൽ ആ നടന്നത് എന്തിനാണ് കാണികൾ ആലോചിക്കുന്നത്. അപ്പം വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പോക്കി ഒരു കഥാപാത്രം, ഞാൻ ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ, ഒരു കഥാപാത്രം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാ ഇങ്ങനെ കൈ കൊടുക്കുക, ആ ഡയലോഗ് ഇടയിൽ അത് കാണികൾ ആലോചിച്ച്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് നാടകത്തിൻ്റെ അടിസ്ഥാനമായി. പിന്നെ ഇപ്പോൾ ഈ പ്രസീനിയത്തിൽ നമ്മൾ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇവിടെ ചെയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയറുടെ അർത്ഥം, എന്തിനാ ചെയർ അവിടെ പാലിരിക്കാറുണ്ട്. അല്ലെ, 2 കസേര കഥ പറഞ്ഞല്ലോ, ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും. അതായത് അവിടെ എത്ര കസേര വേണം, ആ ഓരോ കസേരക്കും ആ ഒരു അർത്ഥം ഉണ്ടാവും. ഒന്നാണെങ്കിൽ ആ ഒന്നിനൊരു അർത്ഥമുണ്ട്, 2 ആണെങ്കിൽ 2 അർത്ഥമുണ്ട്. അപ്പോൾ നാടകം എന്ന് പറയുന്നത് കഥ, സംഭാഷണം, ഉരുവിടൽ. അതാണ് ജി ശങ്കരപിള്ള സാർ ഇപ്പോൾ ജബ്ബാർ സാറിന്റെ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. അതായത് നമ്മളൊരു സംഭാഷണം, ഒരു കഥ പഴയ കാലത്ത് ഇപ്പോൾ സ്കൂളുകളിലെ നാടകത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ സ്കൂൾ നാടകങ്ങളിലൊക്കെ പണ്ട് നാടകം പഠിപ്പിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മലയാളം മാഷോ ഒക്കെ ആയിരിക്കും നിർബന്ധിതനായി നാടകം പഠിപ്പിക്കുന്ന ഒരാൾ പലപ്പോഴും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്സ്റ്റാണ് പ്രധാനം, കാരണം അയാൾ ഭാഷാ അധ്യാപകനാണല്ലോ. അപ്പോൾ ആ ടെക്സ്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ ഡയലോഗ് കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കലായിരിക്കും അയാളുടെ പ്രധാന പണി. അതിലപ്പുറം അരങ്ങിൽ എങ്ങനെ വിന്യസിക്കണം, ഒരു അരങ്ങിൽ രംഗം എങ്ങനെ സജ്ജീകരിക്കണം, അതിന് സൈലൻസ് എങ്ങനെ വർക്ക് ചെയ്യണം. ഡയലോഗ് മാത്രമല്ലല്ലോ നാടകം, സൈലൻസും നാടകത്തിൽ ഏറ്റവും പ്രധാനം. നാടകമല്ല, എല്ലാ ദൃശ്യകലകളിലും എല്ലാത്തരം കലകളിലും എന്താ പറയുക, പോസ്. ഒരു ഡയലോഗ് പറഞ്ഞ് കുറച്ചു നേരം മിണ്ടാതിരിക്കുമ്പോഴുള്ള ഒരു അർത്ഥം വേറെയാണ്. ആ മിണ്ടാതിരിക്കൽ ഭയങ്കരമായിട്ടുള്ള ഡയലോഗിനേക്കാൾ അർത്ഥധ്വനിയുള്ളതാണ്. അപ്പോൾ അതൊന്നും പ്രധാനമല്ല ശരിക്കും പറഞ്ഞാൽ. ഈ സംഭാഷണ പ്രധാനമായി മാത്രം നാടകത്തെ കാണുന്ന ഒരു ട്രഡീഷൻ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ട്രഡീഷനാണ്. പക്ഷെ അതിനൊക്കെ ജി ശങ്കരപിള്ള സാറിൻ്റെ ഒക്കെ കാലം വരുമ്പോൾ 1960കൾക്ക് ശേഷം അല്ലെങ്കിൽ 70കളുടെ ഒരു പകുതിയിലൊക്കെ വളരെ സജീവമായി മലയാളത്തിലുണ്ടായ ഒരു ചിന്ത എന്താ വെച്ചാൽ, സംവിധാനം എന്ന കല, അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് രംഗപ്രസാധനം എന്ന കല എന്ന് പറഞ്ഞ് ജി ശങ്കരപിള്ള ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് സംഭാഷണവും അഭിനേതാക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മാത്രം ഒരു നാടകം ഉണ്ടാവില്ല.
രംഗത്ത് അതെങ്ങനെ വിന്യസിക്കുന്നു, രംഗത്തത് പ്രസാധനം ചെയ്യപ്പെടുന്നത് ഏതു വിധമാണ്, അപ്പോൾ രൂപപ്പെടുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, ഇതനുസരിച്ചാണ് നാടകം, ആ നാടകത്തിൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്തുന്നത്, അതിനർത്ഥം ഉണ്ടാകുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു. കാരണം ലോകത്ത് തന്നെ അങ്ങനെ ഡയറക്ഷൻ, ഈ നാടകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യകാലത്ത് ഈ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ലായിരുന്നു എന്നാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഈ ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾ, എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്ന, അവർക്ക് കറക്റ്റ് സമയത്ത് റിഹേഴ്സൽ നടത്താൻ വേണ്ടി സ്ഥലം ഒരുക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ 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 ഓരോ പടവുകളിൽ അവസാനമാണ് ഈ ഡയറക്ടർ എന്നുള്ളൊരു ഐഡിയ തന്നെ വരുന്നത്. എല്ലാം ഇപ്പോൾ സൂത്രധാരൻ്റെ കാര്യം ഷമീം സാഹിബ് ഇന്നലെ ഇവിടെ പറയുണ്ടായി. സംസ്കൃത നാടകങ്ങളിൽ സൂത്രധാരൻ, ചരട് വലിക്കുന്നവൻ, ചരട് പിടിക്കുന്നവൻ, പിറകിൽ നിന്ന് ആസൂത്രണം ചെയ്യുന്നവൻ എന്നാണ് ഒരർത്ഥത്തിൽ സൂത്രധാരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് സംസ്കൃത നാടകങ്ങളിൽ സൂത്രധാരൻ ചെയ്യുന്ന കർമ്മം എന്ന് വെച്ചാൽ, ഏത് മികച്ച നാടകങ്ങളിൽ ആദ്യം സൂത്രധാരൻ വന്നിട്ട് എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന കഥ, ആ കഥയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്തെങ്കിലും ഒരു പാട്ടൊക്കെ ശ്ലോകമൊക്കെ ചൊല്ലി പതുക്കെ അതിലേക്ക് എത്തിച്ച്, പിന്നെ ഇങ്ങനെ അവിടെ അതാ യുദ്ധം തുടങ്ങിയല്ലോ, ആരൊക്കെ തമ്മിലാ, ഓ ദുര്യോധനൻ്റെ വരവ്, ഇങ്ങനെ പറഞ്ഞ് ഇയാൾ അങ്ങോട്ട് പോകുമ്പോൾ ദുര്യോധനൻ അങ്ങനെ വരും. അങ്ങനെ അതിലേക്കൊരു ലിങ്ക് ഇട്ടിട്ട മൂപ്പരെ പോക്ക്. ഇപ്പോൾ പിന്നെ ഉരുഭംഗം അല്ലെങ്കിൽ മധ്യമ വ്യായോഗം, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം വന്നിട്ട് ഭാസൻ്റെ നാടകങ്ങളാണ്. ഭാസൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ കേട്ടിരിക്കണം. ഭാസൻ എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടകങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട നാടകകൃത്തുക്കളിൽ ഒന്ന് കാളിദാസനും ഒന്ന് ഭാസനുമാണ്. കാളിദാസൻ വളരെ ഡിസ്ക്രിപ്റ്റീവാണ്, കാര്യങ്ങൾ വിശദമായി പറയും. എന്നുവെച്ചാൽ അയാൾ പോയറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്, അയാൾ ഗംഭീരനായ കവിയാണ്, എഴുത്തുകാരൻ. പക്ഷെ ഭാസൻ്റെ നാടകങ്ങൾ വിത്താണ്. ആ വിത്ത് നല്ല ഒരു സംവിധായകൻ്റെ കൈ കിട്ടി അതൊരു പൂമരമാക്കി മാറ്റാൻ കഴിയും. കാളിദാസൻ്റെ ആദ്യമേ പൂമരമാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട് അതിനെക്കുറിച്ചുള്ള സ്കോളേഴ്സ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഭാസൻ്റെ നാടകങ്ങൾ പുതിയ കാലഘട്ടത്തിൽ നല്ല സംവിധായകർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലെ അർത്ഥവും അതിലെ സംഭാഷണങ്ങൾക്ക് അകത്തുള്ള അർത്ഥമൊക്കെ. കാരണം അത് വിത്തായിരുന്നു. ഡയറക്ടോറിയൽ അപ്രോച്ച് ചെന്നപ്പോൾ ഗംഭീരമായ നാടകങ്ങളായി മാറി. ഊരുഭംഗം കാവലൻ നാരായണ പണിക്കർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ, ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട് അയാൾ, അവർ ചെയ്തിട്ടുണ്ട്. പലരും കർണഭാരം, അങ്ങനെയൊക്കെ. കർണഭാരം മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അത് കാവാലാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, പഴയ ക്ലാസിക്കൽ എന്ന് പറയുന്ന സംസ്കൃത ടെക്സ്റ്റുകളെ പോലും പുതിയ കാലത്തിനനുസരിച്ച് വായിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഒരു സംവിധായകൻ്റെ പുതിയ, അത്രയും ഭാവനാശാലിയായ ഒരു സംവിധായകന് സാധിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെ ഒരു കൺസെപ്റ്റ് കാണികൾക്ക് വിഷ്വലി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ അതാണ് പുതിയ നാടകങ്ങളുടെ ഒരു തുടക്കകാലത്ത്, ഒരു 80കളൊക്കെ നമ്മൾ പറഞ്ഞ ശങ്കരപ്പിള്ള, കാവാലം, അങ്ങനെയുള്ള ഒരു നിര നാടകത്തെ സമീപിച്ചത്. അവരുടെ തുടർച്ചയായിട്ടാണ് ഈ വയലാവാസ്തേയും പിള്ള അങ്ങനെയൊക്കെ വന്ന് അവരുടെ കുറച്ചും കൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളാണ് PM താജ്. അങ്ങനെ വേറൊരു ഏരിയയിലേക്ക് അത് വികസിക്കുന്നു. അങ്ങനെ പോയാൽ അവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ശങ്കരപ്പിള്ളതാരൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഐഡിയ ആയിരുന്നു. ഒരു സംവിധായകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, സംവിധാനം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അർത്ഥം നടന് പ്രാധാന്യമില്ല എന്നൊന്നുമല്ല, അത് അങ്ങനത്തെ ഒരു ഏരിയ. അതാണ് ശരിക്കും മലയാളത്തിലെ ആധുനിക നാടകം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തെ ഉണ്ടാക്കിയത്. മോഡേൺ തിയേറ്റർ മലയാളത്തിൽ ഇതായിരുന്നു, സംവിധായകന് പ്രാധാന്യം. ഇനി ഞാൻ പറയുന്ന പോസ്റ്റ് മോഡേണിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം സംവിധായകൻ്റെ അപ്രമാദിത്വത്തെ തകർക്കുക എന്നതായി. അതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നടന് പ്രാധാന്യം, നടൻ്റെ ഇംപ്രവൈസേഷന് പ്രാധാന്യം, കാണികളും നടനും തമ്മിലുള്ള ഇൻട്രാക്ഷന് പ്രാധാന്യം, കാണികളിലേക്ക് ഇറങ്ങിയ ആളുകളോട് സംസാരിച്ച് പുതിയ ഐഡിയകൾ ഇങ്ങോട്ട് വരുത്തുന്ന പ്രാധാന്യം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ജയപ്രകാശ് കുളൂർ. ഉത്തര ആധുനിക നാടകവേദിയുടെ മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ നമുക്ക് വായിക്കാവുന്ന ഒരാളാണ് ജയപ്രകാശ് കുളൂർ, കോഴിക്കോട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ സവിശേഷത, ഒരു ഉദാഹരണം, അങ്ങനെയുള്ള സദാനന്ദനെ ആരാണ് ഇങ്ങനെയാക്കിയത്, അദ്ദേഹത്തിനൊരു നാടകമാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം. അപ്പോൾ ഈ അങ്ങനെയുള്ള സദാനന്ദം പറയാം, ഒരു വലിയ ഹാള്, ഇതുപോലെ ഇരിക്കുന്ന ഹാളിലേക്ക് നടൻ പ്രവേശിക്കുന്നു. നടനൊരു മാഷാണ്, സ്കൂളിൽ ക്ലാസ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുപോലെയാണ് വരിക, അയാൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആൾ രജിസ്റ്ററിൽ ഓരോരുത്തരുടെ പേര് വിട്ടു, ബാലൻ സി വന്നിട്ടില്ലേ. അപ്പോൾ ഈ ബാലൻ സി എന്ന് പറയുന്ന ആൾ എന്നിട്ട് അവസാനം ഇയാൾ തിരഞ്ഞ്
പിറകിൽ കണ്ടെത്തും. അയാൾ നടന്ന് നടന്ന് എന്നിട്ട് അയാളോട് സംസാരിക്കും. സ്വാഭാവികമായിട്ടും ആ ഇരിക്കുന്ന ഏതോ ഒരു സദസ്യൻ ആയിട്ടുള്ള ഒരു പാവം മനുഷ്യൻ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാവും. കാരണം ഈ ക്യാരക്ടർ തൻ്റെ ഡയലോഗ് അയാളുടെ നാടകം പൂർത്തിയാവണമെങ്കിൽ ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതങ്ങനെ ചിലപ്പോൾ അയാൾ പ്രതീക്ഷിച്ച പോലെയല്ല നാടകം അവസാനിക്കുക. കാരണം ഒരു അരമണിക്കൂർ നാടകം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ നടൻ രംഗത്ത് വരുന്നത്. ഒരു ഏറെക്കുറെ ഒരു ഐഡിയയാണ് ഇങ്ങനെ ആവും ആ നാടകം എന്നാണ് ആ നാടകത്തിൻ്റെ അവസാനത്തിൽ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബാക്കി പൂരിപ്പിക്കുന്നത് ഓഡിയൻസാണ്. പക്ഷെ അത് ബോറാവുന്നില്ല. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ആക്ടറാണ് ഈ വരിക. അയാൾക്ക് അറിയാം ഇതിനെ മുടങ്ങിയാൽ അതിനെ എങ്ങോട്ട് തിരിച്ചു വിടണം, അതിനെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഈ ഒരു സാധ്യത വെച്ചിട്ടുള്ളൊരു നാടകം, അതിനൊരു ഉത്തരാധുനിക നാടകത്തിൻ്റെ രീതി. മറ്റൊരു രീതി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നാടകം, മരണനാടകം എന്ന് പറയുന്ന നാടകമുണ്ട്. ആ മരണനാടകത്തിൻ്റെ ഒരു പ്രത്യേകത, അതും ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ 2 വാതിലുകളിൽ കാണികൾക്ക് ഇങ്ങനെ ഒരു ഡോറിലൂടെ ഇങ്ങനെ വന്ന് മറ്റേ ഡോറിലൂടെ പുറത്തേക്ക് പോകും. കാണികൾ ക്യൂ നിന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ക്യൂ നിന്ന് വരുമ്പോൾ ഒരു ഡെഡ് ബോഡിയാണ് കഥാപാത്രം. ആ ഹാളിൽ ഒരു ദുഃഖത്തിൻ്റെ സംഗീതമുണ്ട്, കുന്തിരിക്കം പുകച്ചിട്ടുണ്ട്, ഒരു മരണമുറിയുടെ ഫീലുണ്ട്. ഈ ബോർഡിൽ പാകിസ്ഥാൻ എന്നും അവിടെ ഇന്ത്യ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ബോഡി ഒന്ന് തന്നെയാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. കാണികളിങ്ങനെ നടന്നു വരും. ഈ പ്രോസസ്സ് തീരാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. ഒരാൾ കണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാഷ് ബേസിൻ്റെ മുമ്പിൽ അയാൾ തൻ്റെ മുഖം ഒന്ന് നോക്കണം, നാടകം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് നേരം. എന്നിട്ടേ അയാളെ വിടുള്ളൂ. അത്രേ ഉള്ളൂ. നാടകം കഴിഞ്ഞു. നാടകം എന്തോ ആണ് അതിൻ്റെ. അപ്പോൾ ഇതിലെവിടെയാണ് സംഭാഷണം? ഇതിലെവിടെയാണ് ക്യാരക്ടേഴ്സ്? ഒന്നുമില്ല. പക്ഷേ അവരനുഭവിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് മോഡേൺ തിയേറ്ററിൽ നമുക്ക് അത്ര ആലോചിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് പോസ്റ്റ് മോഡേൺ തിയേറ്ററിൽ മലയാളത്തിലൊരു എക്സാമ്പിളായിട്ട് പറയാം. നടൻ അല്ല പ്രധാനം, അല്ലെങ്കിൽ കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൽ കഥയുണ്ട്. നിങ്ങൾ 2 വാതിലൂടെ പ്രവേശിച്ചാലും മനുഷ്യൻ ഒരാൾ തന്നെ ഉള്ളൂ. ഏത് രാജ്യത്തായാലും പലതരം അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം എന്നുള്ളത് കാണികൾ കൂടി സൃഷ്ടിക്കുന്നതാണ്, സന്ദർഭം കൂടി സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നാടകമാണ് ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അബ്സൈഡ് നാടക ചരിത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ നാടകമാണല്ലോ മറ്റേ സാമുവൽ ബെക്കറ്റിൻ്റെ. ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ ആദ്യം കളിച്ചപ്പോൾ ഫസ്റ്റിൽ ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് കാണികൾക്ക് അത് വലിയ ഇഷ്ടമായിട്ടില്ല, അത്ര തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആളുകൾ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയിന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ വെയിറ്റിംഗ് ഫോർ ഗോദോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകൾ ആ ഹർഷാരവത്തോടെ സ്വീകരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ആഫ്രിക്കയിലെ ഒരു ജയിലിൽ ഇത് അവതരിപ്പിച്ചപ്പോഴാണ്. അവിടെ കാത്തിരിപ്പ് എന്നാൽ എന്താണ് എന്ന് ശരിക്കും അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ് ഇത് കാണുന്നത്. ഇത് ഗോദോയെ കാത്തിരിക്കുകയാണ്, വ്ളാഡിമിറും എസ്ട്രഗണും അല്ലേ, 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ അവർ പരസ്പരം ഒന്നും പരിചയമൊന്നുമില്ല. അവരാരെയാണ്, ഗോദോ വരുമോ എന്നറിയില്ല, ആരാണ് ഗോദോ എന്ന് അവർക്കറിയില്ല. കടമ്മനിട്ടയുടെ വിവർത്തനമുണ്ട് ഗോദോയെ കാത്തെന്ന് പറഞ്ഞ മലയാളത്തിൽ ഇതിൻ്റെ. അപ്പോൾ അവർ ഒരു അനിശ്ചിതത്വത്തെയാണ് കാത്തിരിക്കുന്നത്. ഇതാണ് ജയിലിലെ ഒരു മനുഷ്യർ, എന്ന് തടവിൽ നിന്ന് പുറത്തു പോകുന്ന അറിയില്ല. അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർ അത് മനസ്സിലാക്കുകയും പലരും കരയുകയും ഗോദോ കണ്ട് ചിലർ നടന്മാരെ കെട്ടിപ്പിടിക്കുകയും ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുക ചെയ്തു എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ടെക്സ്റ്റ് ഓഡിയൻസിനനുസരിച്ചാണ് ആ നാടകത്തിന് സജീവമാകുന്നത്, ആ നാടകം രൂപപ്പെടുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഏതുപോലെ ഇപ്പോൾ പഴയൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കാളിദാസൻ്റെ ശാകുന്തളത്തെ ജേഴ്സി ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന പോവർട്ടി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ സങ്കല്പമുണ്ട്. ഗ്രോട്ടോസ്കി പോളിഷ് ഡയറക്ടറാണ്. അദ്ദേഹം കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് ചെയ്തതായിട്ട് ഇതൊക്കെ വായിച്ചതാണ്, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ശാകുന്തളം എന്ന് പറയുന്ന കാളിദാസൻ്റെ സംസ്കൃത നാടകം അയാൾ സ്റ്റേജിൽ അയാളുടെ നാട്ടിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം സ്ക്രിപ്റ്റിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ അതിൽ വ്യാഖ്യാനപരമായി അദ്ദേഹം, ഉദാഹരണത്തിന് ദുഷ്യന്തൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ വഴിയിൽ ഒരു വണ്ട് തേൻ കുടിക്കുന്ന അപ്പോൾ വണ്ടിനെ ദുഷ്യന്തൻ വാളുകൊണ്ട് അയാൾ വെട്ടുന്നതായിട്ട്, ഇപ്പുറത്ത് ശകുന്തള മാൻകുട്ടിയോട് അല്ലെങ്കിൽ മുല്ലവള്ളിക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ട് പ്രകൃതിയോട് വളരെ ഇണങ്ങിയ ഒരു ക്യാരക്ടറായിട്ടും
അയാൾ ഒരു വണ്ടിനൊക്കെ ഇങ്ങനെ അപ്പോൾ സത്യത്തിൽ അത് അതിനകത്തുള്ള ഒരു ഭാഗത്ത് തന്നെ ഉള്ളതാണ് കാളിദാസൻ എഴുതിയാണ്. പക്ഷേ ഇയാൾ ഡയറക്റ്റ് ചെയ്തപ്പോൾ ചെയ്തത് 2 തലങ്ങളിലായിട്ട് ഇവരെ വിന്യസിച്ചു. അപ്പോൾ ദുഷ്യന്തൻ പ്രകൃതിയെ മേൽ അതായത് ഒരു അധിനിവേശം നടത്താൻ വരുന്ന ഒരാളുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് ദുഷ്യന്തനെ ആളുകൾക്ക് അനുഭവപ്പെട്ടത്. കാരണം അയാളുടെ വരവ്, അയാളൊരു ഉയർന്ന സ്പേസിൽ ഇങ്ങനെ വന്നിട്ട് അയാൾ പ്രകൃതിനോടൊക്കെ അയാൾ പെരുമാറുന്നതും അയാൾ വാളുകൊണ്ട് ഈ വണ്ടിനെ ആക്രമിക്കുന്നതൊക്കെ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ പാരിസ്ഥിതിക ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു കൊളോണിയൽ ഇമേജ് ആയിട്ടാണ് അയാളുടെ കടന്നു വരും. ഇപ്പോഴത്തെ അതേ സമയം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് അതിൽ എന്താ പറയുക, ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ച് വരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ മനുഷ്യനും മണ്ണിനോട് അടുപ്പമുള്ള രീതിയിൽ അങ്ങനെയാണ് ശകുന്തള. ഇത് ഇയാൾ കഥയിൽ നിന്ന് മാറ്റമൊന്നും വരുത്തുന്നില്ല, കഥ അങ്ങനെ തുടർന്നു പോകും. പക്ഷേ ഈ ഒരു വിഷ്വൽ ഇവർ വേറൊരു സ്പേസിൽ താഴെയും മുകളിലൊരു സ്പേസിൽ ദുഷ്യന്തനും വർക്ക് ചെയ്തപ്പോൾ, ഈ 2 കാര്യങ്ങളും കൂടി വർക്ക് ചെയ്തപ്പോൾ, ഇവൾ വെള്ളം ഒഴിക്കുന്നതും ഇതൊക്കെ അവൾ വണ്ടിനെ വെട്ടുന്നതും വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. ഏറ്റവും പുതിയ കാലത്തെ എക്കോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധ ഡീകൊളോണിയൽ പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു നിദർശനമായിട്ട് ആ നാടകത്തിൻ്റെ സംവിധായകൻ്റെ വ്യാഖ്യാനം മാറിത്തീർന്നു. നാടകം മാറിത്തീർന്നു. നാടകം ആ സംവിധായകൻ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ്. അതേപോലെയാണ് ഷേക്സ്പിയറുടെ ടെംപെസ്റ്റ് പല ആളുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ശരിക്കും കാലിബൻ എന്ന ക്യാരക്ടറും പ്രോസ്പെറോ എന്ന ക്യാരക്ടറും, പ്രോസ്പെറോയെ ഒരു അധിനിവേശകനായിട്ടും കാലിബനെ തദ്ദേശീയനായിട്ടുള്ള ഒരു ബ്ലാക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആദിവാസിയായിട്ടുള്ള ഒരാളായിട്ടും, അങ്ങനെയുള്ളൊരു ആൻറ്റി കൊളോണിയൽ വായനയായിട്ട് അത് മാറുന്നുണ്ട്. അത് മലയാളത്തിൽ കൊടുങ്കാറ്റ് എന്ന പേരിൽ രാജു നരിപ്പറ്റ സംവിധാനം ചെയ്തിട്ടുണ്ട് ടെംപെസ്റ്റ്. കർട്ടൻ ഈ മുൻപിലെ കർട്ടനൊക്കെ മാറ്റിയിട്ട് ഒരു തറ പോലെയാണ് അതിനെ സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, ഇത്രയേ ഉള്ളൂ. ആധുനിക നാടകവും ആധുനികതയ്ക്ക് ശേഷമുള്ള നാടകവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. ഒന്ന്, പിന്നെ സംവിധായകൻ്റെ വ്യാഖ്യാനത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടുന്നത് പോസ്റ്റ് മോഡേണിൽ. ആധുനിക നാടകത്തിൽ സംവിധായകൻ പ്രധാനമാണ്, സംവിധായകൻ്റെ ഡിസൈനൊക്കെ പ്രധാനമാണെങ്കിലും അദ്ദേഹം ഈ കഥ വിട്ട് ആളുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള സ്പേസ് അത്ര തന്നെ കൊടുക്കുന്നില്ല. എന്നാൽ പോസ്റ്റ് മോഡേൺ ആയപ്പോൾ നടന്മാർക്ക് പ്രാധാന്യമുണ്ട്, അവരെ ഇംപ്രവൈസേഷന് പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ കുളൂരിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ നടന്മാർ തന്നെ അപ്രസക്തമാണ്. ഈ പൂർണ്ണമായും കാണികൾ മുന്നോട്ട് നയിക്കുന്ന ഒരു നാടകത്തിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള കുറേ ഇമേജുകൾ രംഗത്ത് തന്നുകൊണ്ട് ഇതാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് പുതിയ കാലത്ത് ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങളെ അനുഭവപ്പെടുത്തുന്ന ഒരു രീതി, ഗന്ധം, അത് കുന്തിരിക്കം പോച്ചുകൊണ്ടുള്ള അത് പിന്നെ തിയേറ്റർ ഫെസ്റ്റിവലുകളിലൊക്കെ അത്ര നാടകങ്ങൾ കുറേ ആയിട്ട് വരുന്നതാണ്. നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലും ഇറ്റ്ഫോക്ക് പോലുള്ള തൃശ്ശൂരിലെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള അവിടെയൊക്കെ വരുന്നതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു അനുഭവം. ഉദാഹരണത്തിന് കാണാനുള്ള അനുഭവമാണ് നമുക്ക് ദൃശ്യാനുഭവം, അത് ആദ്യമേ നമുക്കുള്ളതാണ്. അതുപോലെ കേൾവി എന്ന അനുഭവം അതും ഉള്ളതാണ് നാടകം. പക്ഷേ രുചി എന്ന അനുഭവം കൂടി തരികയാണ് അവിടെ. നമുക്ക് അതിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാണികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ചില നാടകങ്ങളിൽ മധുരം കൊടുത്തിട്ട് ഓഡിയൻസിനെ ഇരുത്തുക, സ്വീകരിച്ചിട്ട് ആക്ടേഴ്സ് കടന്നു വരുമ്പോൾ തന്നെ ലഡുവോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയോ കൊടുത്തിട്ട് ഇരിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ ആക്ടേഴ്സാണ് തരുന്നത്. അങ്ങനെ നമ്മളെ രുചിയിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഗന്ധം, ഞാൻ പറഞ്ഞു ആ മരണത്തിൻ്റെ കുന്തിരിക്കം പോക്കുന്നത് ഗന്ധത്തിൻ്റെ സാധനം. ഇങ്ങനെ എല്ലാത്തരം അനുഭവങ്ങളും നമുക്ക് തന്നുകൊണ്ട് നാടകത്തിൽ നമ്മളെ അങ്ങോട്ട് ഇരുത്തിക്കളയുക അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റിച്ചാർഡ് ഷെഹ്നർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ഐഡിയ ശരിക്കും തുടങ്ങുന്നത്. അയാൾ ഒരു ആധുനിക നാടകക്കാരനായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. പക്ഷേ അയാളുടെ ഈ ഐഡിയ പോസ്റ്റ് മോഡേൺ തിയേറ്ററിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. റിച്ചാർഡ് ഷെഹ്നറുടെ പ്രത്യേകത അനുഷ്ഠാനങ്ങളെ എങ്ങനെയാണ്, ഒരു അനുഷ്ഠാനം പോലെ എങ്ങനെയാണ് നാടകത്തിൽ കാണേണ്ടത് എന്ന്. ഒരു അനുഷ്ഠാനം എന്ന് പറയുന്ന റിച്വലുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഓഡിയൻസ് മുഴുവൻ അതിലും ഇങ്ങോട്ട് മുഴുകുക ചെയ്യും. ഒരു തെയ്യം എന്ന് പറയുന്ന ഒരു കേവല ആർട്ട് ഫോം അല്ലല്ലോ, അതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. ചില തെയ്യക്കാരൻ്റെ അനുഗ്രഹം വാങ്ങും ഈ കാണാൻ വന്നവർ മുഴുവൻ. പിന്നെ അപ്പോൾ അതിൽ മുഴുകുക ചെയ്യുന്നത്, അവരൊരു ഭക്തിയുടെ ഭാഗമായിട്ട് അതിൽ ലയിക്കുക ചെയ്യും. ഇതേ മട്ടിലായിരിക്കണം നാടകാനുഭവം എന്നാണ് ഷെഹ്നർ പോലുള്ള ആളുകൾ പറയാൻ ശ്രമിച്ചത്. യൂജിനോ ബാർബ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ.
അവർ പറയാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ ആയിരിക്കണം അതിലകപ്പെട്ട് കാണികൾ. ഇപ്പോൾ ജമീൽക്കും ഒക്കെ കണ്ട ഒരു നാടകമുണ്ട്, ആ മരിച്ച പലതരം മരണങ്ങൾ. എമിൽ മാധവി എന്ന് പറയുന്ന വളരെ പുതിയ ഇമിറ്റേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന നാടകം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, പക്ഷെ 15 പേർക്കാണ് ഒരു സമയം നാടകം കാണാൻ പറ്റും. അതൊരു ആധുനികാനന്തര അല്ലെങ്കിൽ പുതിയ കാല തിയേറ്ററിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. എത്രത്തോളം ജനകീയമാവുന്നു എന്നോ അങ്ങനെ ആ ചർച്ചയല്ല ഇപ്പം ഞാനിവിടെ പറയുന്നത്. ഞാൻ പുതിയ കാലത്തെ നാടകങ്ങളുടെ രീതികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ നാടകം എന്ന് പറയുന്നത് പലതരത്തിൽ മനുഷ്യരുടെ മരണങ്ങളെ അതിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഓരോ മരണങ്ങൾക്കും ഓരോ കാരണങ്ങൾ. ചിലപ്പോൾ കടം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ദാമ്പത്യ കലഹം കൊണ്ടായിരിക്കും, പല മതത്തിൽപ്പെട്ട മനുഷ്യരുടെ മരണങ്ങൾ, അത് മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ ഖബർ, അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ 15 ആൾക്കാരാണ് കാണാൻ പറ്റുള്ളൂ ഒരു സമയം. എന്നാൽ ഈ 15 ആളും ഈ നാടകം കഴിയുമ്പോൾ നിലത്ത് വിരിച്ച് കിടന്ന് അല്ല അങ്ങനെയല്ല പറയും. അവരൊക്കെ ആ മരിച്ച് ഒരു മരണാനുഭവത്തിൻ്റെ ഭാഗമായി മാറുക ചെയ്തു. അവരൊന്നും വെറുതെ ഇരിക്കുന്നവരല്ല, ഇതിലാണ് പെട്ടുപോയി. അവരാണ് ക്യാരക്ടേഴ്സ്. പിന്നെ എന്നുവെച്ചാൽ അത് ഭയങ്കര അങ്ങനത്തെ നാടകങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പുതിയ കാലത്തെ നാടകത്തിൻ്റെ പ്രാധാന്യം, നാടകത്തിൻ്റെ രീതി. എമിൽ മാധവി, അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജിനോ ജോസഫ്, അതുപോലെ പിന്നെ നുണ. അതെ, പിന്നെ ഇങ്ങനത്തെ ഒരു പ്രതലം. അത് നേരത്തെ നമ്മളെ പണത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നാടകവേദി ഇങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ആക്ടേഴ്സൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെരിഞ്ഞ പ്രതലത്തിലാണ് ആക്ടേഴ്സ് ഇരിക്കുക. പിന്നെ അത് ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ താഴുകയൊക്കെ ചെയ്യും. അങ്ങനെ പലതരം ഈ സ്പേസിനെ മാറ്റാനും മറിക്കാനും അതിനകത്തുള്ള പിന്നെ പ്രോപ്സിനെ പറ്റിയുള്ള പുതിയ സങ്കല്പങ്ങളും. ഈ ലോക നാടകവേദിയിൽ തന്നെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു അർത്ഥമുണ്ടാക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ അഡോൾഫ് എപ്പിയ എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ, ഗോർഡൻ ക്രെയ്ഗ്, അഡോൾഫ് എപ്പിയ, ഇവരൊക്കെയാണ്. മാക്ബത്ത് യെസ് കറക്റ്റ്. അത് അങ്ങനെ ഞാൻ ഓർമ്മ വന്നതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നല്ല മാക്ബത്ത് പുതിയ തരത്തിൽ ഡിസൈൻ ചെയ്ത നമ്മുടെ രഘൂത്തമൻ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അയാൾ തിരുവനന്തപുരത്തുള്ള അഭിനയ എന്ന് പറഞ്ഞൊരു തിയേറ്റർ കമ്പനി ഉണ്ടായിരുന്നു. ജ്യോതിഷ്, രഘൂത്തമൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. ജ്യോതിഷ് പിന്നെ അവിടുന്ന് പോയി വേറെ ഒരു തിയേറ്റർ സ്കൂളിലെ അധ്യാപകനൊക്കെയാണ്. ഇപ്പോൾ ഈ രഘുത്തമൻ സാറും കൂട്ടരൊക്കെയാണ്. ജ്യോതിഷൊക്കെ ഉണ്ടായാലും ആക്ടേഴ്സാണ്, അതിൽ അവരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നാടകം പിന്നെ കുറേ കണ്ണാടികളാണ്, സ്റ്റേജിൽ മുഴുവൻ കുറേ കണ്ണാടി, വലിയ വലിയ കണ്ണാടികൾ, കണ്ണാടികളുടെ അതിലൂടെ ക്യാരക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന ഗംഭീരമായ നാടകമാണ് മാക്ബത്ത്. അത് പലയിടങ്ങളിലും അവരിങ്ങനെ വന്ന് കളിക്കുക ചെയ്തിരുന്നു. ഓരോ നഗരങ്ങളിലും വന്ന് കളിച്ച് അങ്ങനെയുള്ളൊരു ഒരു പ്രോഗ്രാമായിരുന്നു, കമ്പനിയായിരുന്നു, ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ പിന്നെ പലതരത്തിലുള്ള പരീക്ഷണ നാടകങ്ങൾ 1950-60 മുതൽ തന്നെ മലയാളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സമത്വവാദിയും പിന്നെ പുണ്യ വരുന്നത് കുളൂരിൻ്റെയാണ്. രാവുണ്ണി പോലെ താജിൻ്റെ നാടകങ്ങൾ, അതൊക്കെ വേറൊരളവിൽ പരീക്ഷണമായിരുന്നു. മരിച്ച ഒരാളുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ്. തുടക്കത്തിൽ നമ്മൾ രാവുണ്ണി മരിച്ച ഒരാളാണ്, എന്നിട്ട് ഈ രാവുണ്ണി അന്വേഷിക്കുകയാണ്. അപ്പോൾ രാവുണ്ണിയുടെ ജീവിത കഥ പിന്നെ ഇങ്ങനെ ഇതൾ വിരിയാണ്. അതൊക്കെ 1970 എനിക്ക് തോന്നുന്നു 80കളിലും 90കളിലല്ലേ കുഞ്ഞാലി മാഷെ താജൊക്കെ വരുന്നത്? 80. അപ്പോൾ രാവുണ്ണി അഥവാ ഒരു കടങ്കഥ എന്നാണ് ടൈറ്റിൽ തന്നെ. നോക്കൂ, കടങ്കഥ, കടത്തിൻ്റെ കഥ എന്നും ആവാം, അല്ലെങ്കിൽ നമ്മൾ കടങ്കഥ എന്ന് പറയുന്ന പഴഞ്ചൊല്ല് കടങ്കഥ എന്നൊക്കെ പറയുന്ന കടങ്കഥയാവാം. അപ്പോൾ തലക്കെട്ടിൽ തന്നെ വളരെ സവിശേഷതകൾ കൊടുക്കുന്ന അതും ഒരു പോസ്റ്റ് മോഡേൺ രീതിയാണ്. അതാണ് അങ്ങനെയുള്ള സദാനന്ദനെ ആരാണ് ഇങ്ങനെയാക്കിയത് എന്നുള്ള സാധനം. തെരഞ്ഞെടുപ്പ് എന്നുള്ള നാടകമുണ്ട്. അപ്പുണ്ണി ശശി, അതായത് ശശി എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ നടൻ ചെയ്യുന്ന ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒരു പിന്നെ ഒരാളെന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയാളുടെ ഈ രണ്ടാളുടെ ഇപ്പം നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. അമ്മയായിട്ടും മോളായിട്ടും മാറിയിരുന്ന് പിന്നെ അവരെ കൊണ്ട് നാടകം ചെയ്യിക്കുന്ന രൂപത്തിൽ നാടകത്തിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെറിയ ചെറിയ ഹിൻസ് ഇങ്ങനെ ഓർമ്മയെന്ന് പറഞ്ഞതാണ്. നമ്മൾ കണ്ട നാടകങ്ങളിലെ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഒന്ന്, കാണികളുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേർന്ന് നാടകം അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പുതിയ കാലത്ത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. കാണികൾ തന്നെ നടന്മാരെ പോലെ. അതാണ് അഗസ്റ്റോ ബോയലിനെ കുറിച്ച് ഇന്നലെ ഷമീൻ സാഹിബ് സംസാരിച്ചിരുന്നു. സ്പെക്ടേറ്റർ എന്നതിൽ നിന്ന് ആക്ടർ എന്നൊരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നു.
കാണി എന്നത് കാണി നടൻ എന്നുവെച്ചാൽ എമിലിനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പുതിയ ആളുകൾ മലയാള നാടകവേദിയിൽ വളരെ വ്യത്യസ്തരായിട്ട് വന്ന്. ഒന്ന് അഭീഷ് ശശിധരൻ, അയാൾ NSD ഒക്കെ കഴിഞ്ഞ ആളാണ്, മലയാളത്തിൽ കോട്ടയക്കാരനാണ്. പിന്നെ എമിൽ മാധവി, എമിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ പണ്ട് മുതലേ ട്രെയിൻ ചെയ്ത് ഒരു സംഘത്തെ പിന്നെ അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളാണ് അരുൺ ലാൽ എന്ന് പറയുന്നത്. കൂഹു എന്ന് പറയുന്ന നാടകമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള നാടകമാണ്. അതാണ് പിന്നെ ഇന്നലെ സതീഷ് പറഞ്ഞ് വന്നിട്ടുള്ള അരുണിൻ്റെ കുറേ നാടകങ്ങളുണ്ട്. അങ്ങനെ തുപ്പേട്ടൻ്റെയൊക്കെ തുപ്പേട്ടൻ എന്ന് പറഞ്ഞൊരു നാടകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഞാൻ ഗവേഷണത്തിൽ എൻ്റെ വിഷയമായിട്ടുള്ള വന്നിട്ടുള്ളത് തുപ്പേട്ടൻ്റെ നാടകം. അങ്ങനെ പിന്നെ മാർത്താണ്ഡൻ്റെ സ്വപ്നങ്ങൾ, അതുപോലെ അങ്ങനത്തെ കുറേ നാടകങ്ങൾ. അതിലൊക്കെ പാരഡി എന്ന് പറഞ്ഞൊരു സാധ്യത ഉപയോഗിക്കണം. അതൊക്കെ ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായൊരു സാധനം. വലിയ വലിയ സാധനങ്ങളെ മിമിക്രി അല്ലെങ്കിൽ അതിനെ പാരഡി ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗൗരവം തൊലിയിരിച്ച് കളഞ്ഞ് അതിനെ വേറൊരു രീതിയിൽ ഒരു ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് കാർട്ടൂണുകളിലൊക്കെ ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്രവണതകൾ, പാരഡി, പാസ്റ്റിഷ്, പലതരം സാഹിത്യ രൂപങ്ങളെ ഒരുമിച്ച് ചേർക്കുക. ഇപ്പോൾ നാടകമാണോ ഇത് കഥാപ്രസംഗമാണോ, ഭദ്രായനം എന്ന് പറഞ്ഞിട്ടുള്ള തുപ്പേട്ടൻ്റെ ഒരു നാടകം, അതൊക്കെ ഈ പോസ്റ്റ് മോഡേൺ രീതികളാണ്. അതിലൊരു കഥാപ്രസംഗം പറയണ പോലെ ആണ് നമ്മൾ ആ ആക്ടർ ആദ്യം വരുന്നത്, കഥാപ്രസംഗം പറയുന്നത്. പക്ഷെ പിന്നെ അത് നാടകമായിട്ട് മാറും. പിന്നെ ചിലപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ പോലെ ആയിട്ട് മാറും. ഒരു രൂപം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് പല മട്ടിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് വരും. ഈ ബ്ലെൻഡ്, പലതരം രൂപങ്ങളുടെ കലർപ്പ്, അത് കഥകളിൽ വന്നിട്ടുണ്ട്, പലതിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോവലോ കഥയൊക്കെ പഴയതിൽ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ ഒരു ജീവചരിത്രത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കും കഥ പോകുന്നത്, ചിലപ്പോൾ ഒരു ആത്മകഥയുടെ സ്വഭാവത്തിലായിരിക്കും, ചിലപ്പോൾ അതിനകത്ത് കുറേ കവിതകൾ വരും, ചില ഗൂഢലിപികൾ വരും. അല്ലേ, തപോമയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ നോവലിൽ ഗൂഢമായിട്ടുള്ള ലിപി, ശരിക്കും അത് അഭയാർത്ഥികളുടെ കഥയാണ്. അതിൽ ഈ ഗൂഢമായ ലിപി വായിച്ച് ആ വരികൾ കണ്ടെത്തുന്നുണ്ട്. മറ്റേ തപോമയുടെ അച്ഛൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമ്മുടെ കഥാനായകൻ. അപ്പം ഈ കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സന്ദർഭങ്ങളിലെ പ്രസ്താവങ്ങളായിട്ടാണ് ഈ 3 ടൈറ്റിലുകൾ നമുക്ക് ഈ ഗൂഢലിപി വായിച്ച് ആ കഥയെ അങ്ങനെയാണ് പൂർത്തിയാക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുടെ കലർപ്പ് പുതിയ നാടകങ്ങളുടെ രീതിയാണ്. കഥകളി പദങ്ങൾ ഉപയോഗിച്ചേക്കാം, മോഡേൺ റാപ്പ് ഉപയോഗിച്ചേക്കാം, അതിൻ്റെ അകത്ത് അങ്ങനെ പലതും മിക്സ് ചെയ്തിട്ട് പലതരം ഫോം. സിനിമയിലെ രംഗങ്ങൾ കാണിച്ചേക്കാം. ചിലപ്പോൾ പഴയ സിനിമയിലെ രംഗങ്ങൾ, ഈ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ചില സിനിമയിലെ സാധനങ്ങൾ സ്ക്രീനിൽ കൂഹുവിൽ കാണിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെ പാട്ടുകൾ കാണിക്കും. തുജെ ദേഖാ തോ യേ ജാനാ സനം, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അപ്പോൾ അതിൻ്റെ അയിത്ത രംഗങ്ങളൊക്കെ പിന്നെ ഇതിൽ കാണിക്കും. പിന്നെ ചെല്ല് ചെയ്യ എന്ന് പറഞ്ഞാൽ ട്രെയിന് പോകുന്ന അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഉടനീളം ഒരു തീവണ്ടി കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, രാഷ്ട്രീയം, പ്രണയ നൈരാശ്യം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ, എന്താ പറയുക, വൈധവ്യം, ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂ ഒരു കുറേ അധികം ഇന്ത്യയിലെ തീവണ്ടി സ്റ്റേഷനുകളെ ഘടിപ്പിച്ചുകൊണ്ട് ചെയ്തൊരു നാടകം. ഈ കോഹോ 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 ആ തീവണ്ടിയുടെ ശബ്ദമാണ്. അങ്ങനെയാണ് ആ നാടകത്തിന് ആ പേര് വരുന്നത്. അപ്പോൾ അത് അരുൺ ലാലിൻ്റെ ഒരു നാടകമാണ്. അത് ഇംപ്രവൈസ് ചെയ്ത് റിഹേഴ്സൽ ക്യാമ്പിലൂടെ ഉണ്ടായി അങ്ങനെ വരുന്ന നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഈ പുതിയ നാടകങ്ങളുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. കുറച്ചൊക്കെ ക്യാമ്പ് വിളിച്ചിട്ട് ക്യാമ്പിലൂടെ ഇങ്ങനെ ഒരു ആശയം വിരിഞ്ഞ് അങ്ങനെ വികസിച്ച് നടന്മാർ അവരുടെ സാധ്യത ഉപയോഗിച്ച് ഇംപ്രവൈസ് ചെയ്ത് അങ്ങനെ, അതാണ് അവിടെ സംവിധായകൻ്റെ ആധിപത്യം അല്ല ഉള്ളത്. നടന്മാരിലൂടെ ഇംപ്രവൈസ് ചെയ്ത് വലുതായി വന്ന നാടകമാണ്. അതിൽ ഒരുപക്ഷെ കോസ്റ്റ്യൂം ഇന്നത് ഞാൻ ഇട്ടോളാം, അതല്ലേ കുറച്ചുകൂടി നന്നാവുക, ഇതൊക്കെ നടന്മാർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏകാധിപത്യം അതിനകത്തില്ല. അപ്പോൾ അതാണ് ഏകാധിപത്യം പൊലിയുന്ന മോഡേൺ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോസ്റ്റ് മോഡേൺ നാടകങ്ങളുടെ പ്രത്യേകത. ഈ ഓട്ടോക്രാറ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതി ഇല്ല, സംവിധായകൻ്റെ ഏകാധിപത്യം ഇല്ല. ഇങ്ങനെ പലതരം ഘടകങ്ങൾ നിങ്ങളെന്താ പറഞ്ഞു, അതും കൂടി ആണ്.
ഓക്കെ ഓക്കെ അതെ. ഇതിൽ ഞാൻ നിർത്തുകയാണ്. പിന്നെ ഇനി ഡിസ്കഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇത്രേ ഉള്ളൂ. പ്രൊജക്ടർ ഉപയോഗിക്കും പുതിയ നാടകങ്ങളിൽ വേണമെങ്കിൽ. പക്ഷെ ആ പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് വെറുതെ ഏതെങ്കിലും ഒരു വിഷ്വൽ, സിനിമ വിഷ്വലോ എന്തോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പാട്ടോ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ഈ നാടകത്തിനെ മുന്നോട്ട് നയിക്കുന്ന നാടകത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നുകിൽ കോൺട്രാസ്റ്റ് ആയിരിക്കും, ഒന്നുകിൽ അതിന് അനുകൂലമായിരിക്കും. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ. അച്ഛൻ വയ്യാതെ കിടക്കുന്ന അച്ഛൻ ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്ന, ട്യൂബൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഇപ്പുറത്ത് അതേ അച്ഛനോട് സംസാരിക്കുന്നത് ലൈവായിട്ട് വേറെ കാണിക്കുന്നുണ്ട്. രണ്ടും ഇങ്ങനെ ഒരേ സമയം നമ്മളിങ്ങനെ കാണുന്നു. ഒന്ന് ഓർമ്മയായിരിക്കും, ഒന്ന് ലൈവായിട്ട് നടക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ലൈവ് ഉള്ളത് ഓർമ്മയാണ്, അവിടെ ഉള്ളത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇങ്ങനെ ഈ രണ്ടും നമുക്ക് ഒരേ സമയം കാണാൻ പറ്റും. അപ്പോൾ തിയേറ്ററിൽ സ്ക്രീന് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് പോലും സാധാരണ ഒരു സിനിമയിൽ വിഷ്വൽ സ്ക്രീനിൽ ഉപയോഗിക്കുന്നത് പോലെ അല്ല. അതിൻ്റെ ആവശ്യത്തിനല്ല. ഇതിനെ അസോസിയേറ്റോ ഡിസോസിയേറ്റോ ചെയ്തുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വിരുദ്ധമായ അർത്ഥം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് അനുകൂലമായ അർത്ഥം ഉണ്ടാക്കാനോ ആണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള രീതികൾ നാടകത്തിൽ കണ്ടുവരുന്നു. ഇത്തരം കുറേ ഘടകങ്ങളാണ്. ഇതിന് നമുക്കൊന്ന് ജനറലായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പുതിയ കാല നാടകം അത്രയാണ് പറയാനുള്ളത്. ഇനി ചർച്ചയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ. ഞാൻ ഇക്കുമത്തൊക്കെ മദ്രാസിൽ നിന്ന് കണ്ട ഒരു നാടകമുണ്ട്, ഷേക്സ്പിയറിൻ്റെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നാടക കാഴ്ചയാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഈ ഞങ്ങൾ കണ്ട ഇമിറ്റേഷൻ ഓഫ് ഡെത്ത്, എമിൽ മാധവിയുടെ നാടകം. 15 പേരാണ് അതിൻ്റെ നാടക ആസ്വാദകമായിട്ട് ഒരു ദിവസത്തെ കളിയുണ്ട്. 5 ദിവസമാണ് കളിച്ചത് കോഴിക്കോട് സാമൂതിരി സ്കൂളിൽ. അപ്പോൾ നമ്മൾ ആദ്യം കയറി ചെന്നാൽ, ഞാനൊരു 5 മിനിറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു അനുഭവം പറയാം. നമ്മൾ ആദ്യം കയറി ചെന്നാൽ നമ്മൾ ആ 15 കസേരയിൽ ഇങ്ങനെ വട്ടത്തിലിരുത്തും. നമുക്കൊരു കട്ടൻ ചായ തരും, നല്ലൊരു ലൈം ടീ പോലെ. അല്ല, അത് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത 15 പേർക്ക് സ്ലോട്ട് ചെയ്ത് തരും. ആരും കുഴപ്പമില്ല. അപ്പോൾ അത് നേരത്തെ രജിസ്റ്റർ ചെയ്യണം. 15 ദിവസം 5 ദിവസത്തെ കളി കഴിയുമ്പോൾ അത്ര പ്രേക്ഷകരെ ഉള്ളൂ. അവർക്ക് നല്ല ഫീസുണ്ട്, 1000 രൂപയാണ് തോന്നുന്നു ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുത്തിയിട്ട് നമുക്ക് കട്ടൻ ചായ തരും. എന്നിട്ട് നമ്മളെ ചെരുപ്പൊക്കെ കഴിച്ചിട്ട് ഇരുട്ട് സ്ഥലം, നമുക്കൊന്നും കാണുന്നില്ല. ഈ സ്കൂൾ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്, മൊത്തം സ്കൂൾ ക്യാമ്പസാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ ഓരോ വരാന്തയിൽ തൂണിൻ്റെ അവിടെ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് വെളിച്ചം, ആകെയുള്ള വെളിച്ചം, രാത്രിയാണ്. അപ്പോൾ നമ്മളോട് ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറയും അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇരുട്ടത്ത് ഇങ്ങനെ ചെരുപ്പ് അഴിച്ചു വെക്കും. എന്നിട്ടിങ്ങനെ പോയിട്ട് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കയറും. ആദ്യത്തെ ക്ലാസ്സിലേക്ക് കയറിയാൽ അവിടെ ഇങ്ങനെ വലിയ ഒരു ക്യാരം ബോർഡിനെ പോലെയുള്ള വലിയൊരു പലക, ഈ 15 പേരെയും ചുറ്റി ഇരുത്തിയിട്ട് നമ്മളോട് അതിലിങ്ങനെ വിരൽ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളൂ, കവിതയോ പേരോ ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഇരുന്ന് എഴുതന്നെ. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ സ്വയം ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. കുറേ കഴിയുമ്പോൾ അതൊരു ഗൗരവപ്പെട്ട പണിയായി. പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ എഴുതുക, പലതും ഇങ്ങനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നിൽ 15 പേര് വന്നിട്ട് ഞങ്ങളെ കണ്ണ് കെട്ടി. പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങളെ ഒരു കൈ പിടിച്ച് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇങ്ങനെ നടത്തി കൊണ്ടുപോവാണ്. ആദ്യം വെള്ളത്തിലൂടെ ക്ലിങ് ക്ലിങ് ക്ലിങ്, പിന്നെ ചളിയിലൂടെ ഇങ്ങനെ നടക്കുന്നു. ശരിക്കും ചളി, എല്ലായിടത്തും ചളി. പിന്നെ ഇങ്ങനെ നടക്കുന്നു. പിന്നെ മണലിലൂടെ. അപ്പോൾ നമുക്ക് ശരിക്കും അനുഭവിക്കുക, കണ്ണ് കെട്ടിയിരിക്കണ ഇരുട്ടിലാണ്. നമ്മൾ ശരിക്കും മണലിലൂടെ നടക്കുന്നു. പിന്നെ നല്ല വെള്ളം, അപ്പോൾ ഈ ചെളിയൊക്കെ കളഞ്ഞു. പിന്നെ ഞങ്ങൾ ഓരോ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ കയറാം. ഓരോ ക്ലാസ് റൂമിലും ഓരോ മരണങ്ങൾ. ഒരു ക്ലാസ് റൂമിൽ കയറുമ്പോൾ ഭയങ്കര ദൃശ്യ സംവിധാനങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഒരു ശവപ്പെട്ടി. ആ ശവപ്പെട്ടിയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്, ഒരു 16 വയസ്സുള്ള. ഞങ്ങളെല്ലാവരോടും ചുറ്റും നിന്നു. എല്ലാവരോടും മെഴുകുതിരി അതിൽ കത്തിച്ച് വെക്കാൻ പറഞ്ഞു. കത്തിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ ഈ ഡെഡ് ബോഡി ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഈ മയത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന്. പിന്നെ ആ പെൺകുട്ടി എങ്ങനെ അവൾ മരിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്യാൻസർ വന്ന് മരിച്ച ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ കഥ ഇങ്ങനെ പറയും. എന്നിങ്ങനെ പുറത്തിറങ്ങി ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്നു. അപ്പോൾ ദൂരെ നിന്നൊരു മയ്യത്ത് ഇങ്ങനെ വരികയാണ്. ഒരു 10-30 ആളുകൾ ഒരു മയ്യത്തും. രാത്രി ഇങ്ങനെ ഉണ്ടല്ലോ, അവരിങ്ങനെ ഒരുമിച്ച് ദൂരെ നിന്ന് ഇങ്ങനെ വന്നു. അവർ പുറപ്പെട്ടപ്പോഴത്തേന് ഒരാൾ ഇവിടെ കബറ് കുഴിക്കാൻ തുടങ്ങി. കബറ് കുഴിച്ച് വന്ന് ഞങ്ങളെ മുമ്പിൽ, അതൊക്കെ ഞങ്ങളൊക്കെ 3 പിടി മണ്ണിട്ട്
അങ്ങനെ പോയി ഇങ്ങനെ ഓരോ സമുദായത്തിൻ്റെയും ഓരോ മതത്തിൻ്റെ, അതിൻ്റെ ഇടയിൽ ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്തു, ഒരു കൊലപാതകം നടന്നു. ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഈഴവ വിഭാഗത്തിൻ്റെ ഒരു മയ്യത്ത് സംസ്കരണത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊക്കെ ഓരോ ഗ്ലാസ് കള്ള് തന്നു. ബിൻസി കുടിച്ചു. ഞങ്ങൾ എന്താ അറിയില്ലല്ലോ ഇത് കുടിക്കണത്. അപ്പോൾ അവിടുത്തെ പരിപാടി അത്ര ഇതിന് ചടങ്ങ് കഴിഞ്ഞാൽ കള്ള് കൊടുക്കും. ഞാൻ കുടിച്ചു, എനിക്ക് മനസ്സിലായത് കള്ളാണെന്ന്. ബിൻസി കുടിച്ചിട്ടാണ് ഇതായത്. അപ്പോൾ ഇങ്ങനെ അവസാനം നമ്മൾ ഇതേപോലെ ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ ഇല വിരിച്ചിട്ടുണ്ട്, വാഴൻ്റെ ഇല. അതിൽ കിടക്കാൻ പറഞ്ഞു. കണ്ണടച്ച് കിടന്നു. അവസാനം നമ്മളൊരു ശവമായി. നമ്മുടെ മുകളിൽ ഇങ്ങനെ അരിയും മലരും ഇട്ടു, വിളക്ക് കത്തിച്ചു വെച്ചു. പിന്നെ അതിനിശബ്ദതയിൽ 5 മിനിറ്റ് കിടന്നപ്പോൾ സത്യം പറഞ്ഞ ജീവൻ പോയ പോലെ. ഇത് പിന്നെ അവർ നാടകം അവസാനിച്ചിരിക്കുന്നു എഴുന്നേൽക്കുമെന്ന് പറയുന്നില്ല. നമ്മളെങ്ങനെ കിടക്കുക. ചില ആളുകൾ എണീറ്റിട്ടില്ല, ചില ആളുകൾ ഉറങ്ങിയിട്ടുണ്ട് അവിടെ കിടന്നിങ്ങനെ. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ അനക്കങ്ങളും ബഹളങ്ങളും കേട്ടപ്പോൾ നാടകം അവസാനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത്. പക്ഷെ അതിതീവ്രമായൊരു അനുഭവമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മോണോലോഗുകളുണ്ട്, മോണോ ആക്റ്റുകളുണ്ട്, നാടകമുണ്ട്. ഇപ്പോൾ വരാന്തയിൽ 20ഓളം പൂച്ചകളെ സംരക്ഷിക്കുന്ന ഒരു വൃദ്ധൻ, അയാളുടെ കഥ പറയാം. അപ്പം നമുക്കിങ്ങനെ തോന്നുന്നു പൂച്ച നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. അങ്ങനെയുള്ള അതിഗംഭീരമായ എവിടെ ഇതിൽ നാടകം നമ്മൾ ചോദിക്കുന്നത്, ഇതിലെവിടെ നാടകം? അതാണ് ഏറ്റവും പുതിയ നാടകാനുഭവം. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇത് മനസ്സിലാവും. ഇപ്പോൾ ഒരു അനുഭവം അങ്ങനെ ഓരോന്നും വിശദീകരിച്ചാൽ പുതിയ കാലത്തെ നാടകത്തിൻ്റെ രീതികൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയൂ. അത് ശരിക്ക് ആൾക്കാർക്ക് മനസ്സിലാകാതെ വളരെ ദുർഗ്രഹമാക്കുന്ന ഒരു രീതിയിൽ, അത് ആധുനിക നാടകത്തിൻ്റെ കാലത്ത് തന്നെ ഉള്ളതാണ് അത്. പക്ഷെ അത് ശരിയല്ല. പോസ്റ്റ് മോഡേൺ നാടകം കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. ഇപ്പം ഈ പറഞ്ഞ നാടകം ഉണ്ടല്ലോ, ഈ മരണ നാടകം, ഇത് മനസ്സിലാവും എന്ന് മാത്രമല്ല, നമ്മളതിൽ അനുഭവിച്ച് അങ്ങോട്ട് ഇഴുകിപ്പോവും. ഇമ്മേഴ്സീവ് തിയേറ്റർ എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും ടെക്നിക്കലി ഇമ്മേഴ്സീവ് എന്നാണ്. നമ്മൾ അലിഞ്ഞ് അതിൻ്റെ ഉള്ളിലങ്ങോട്ട് മുഴുകിപ്പിക്കുന്നതാണ് ശരിക്കും അർത്ഥം. ഇമ്മേഴ്സീവ് തിയേറ്ററാണിത്. ഇല്ലല്ല, കാശ് ചെലവില്ല. പിന്നെ അതിലെ പ്രോപ്പർട്ടി ഒക്കെ സിമ്പിളാണ്. ഒരു സ്കൂളിൻ്റെ കുറച്ച് ക്ലാസ്സും വലിയൊരു ഗ്രൗണ്ടും സ്പേസും അത്ര ആവശ്യമുള്ളൂ. അത് കുറച്ച് ദിവസം ബുക്ക് ചെയ്യുന്നു. പിന്നെ ഈ വരുന്ന ആളുകളിൽ നിന്ന് ടിക്കറ്റും ഉണ്ട്. മറ്റ് ചിലവുകൾ അങ്ങനെ മീറ്റ് ചെയ്യാം. എന്നാൽ ഈ വന്ന ആളുകൾക്ക് ഒരു 500 രൂപ കൊടുക്കുന്നത് നഷ്ടമല്ല. അവർ ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. 2-3 മരണത്തിന്റെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയം കൂടെ വരുന്നത്. അതുപോലെ അതിന്റെ ജാതി, ഓരോ ജാതിയിലെയും വിവിധ മരണങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മരണം എന്നുള്ള ഒറ്റ ജീവിതത്തിൽ തന്നെ നമ്മുടെ എല്ലാ വിഷയവും അവതരിപ്പിക്കാൻ പറ്റും. അതെ, ഇപ്പൊ അപ്പുണ്ണികൾ എന്ന് പറഞ്ഞിട്ട് കുളൂര് തുടങ്ങിയ ഒരു രീതിയാണ് വെച്ചാൽ, അപ്പു ഉണ്ണി 2 ക്യാരക്ടേഴ്സ് അവരുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോ, പണ്ട് ശ്രീനിവാസൻ മോഹൻലാൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഒരു സിനിമ രൂപമൊക്കെ ഉണ്ട്. അതിൻ്റെ വേറൊരു പാറ്റേണാണ് അപ്പുണ്ണികൾ മലയാളത്തിൽ ശ്രദ്ധ നേടുന്നത്. അങ്ങനത്തെ ഒരു നാടകം അതുവരെ ആരും കണ്ടിട്ടില്ല. അതെ, അത് പിന്നെ ഹരീഷ് പേരടിയും ശശിധരൻ എരഞ്ഞിക്കലുമാണ് അത് തുടങ്ങുന്നത്. ഹരീഷ് പേരടി അതിന് ശേഷമാണ് സിനിമാ നടനാവുന്നത്. അപ്പോൾ അദ്ദേഹം ആ കുളൂരിയൻ ഈ തിയേറ്ററിൽ പയറ്റിയിട്ടാണ് വരുന്നത്. വളരെ സാധാരണക്കാരായ തൊഴിലില്ലാത്ത 2 ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ, അതിജീവന ശ്രമങ്ങൾ, അവർ പിന്നെ ആൾക്കാർക്കിടയിൽ അവർ എങ്ങനെ തൊഴിലൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അവരുടെ ജീവിതവും അതിൻ്റെ ഹാസ്യവും സംസാരിച്ച് അങ്ങനെ കയറിപ്പോവുക. വേറെ ഒരു സാധനവും ഇല്ല, ഒരു പ്രോപ്പർട്ടി ഇല്ല. അവരിങ്ങനെ വർത്താനം പറയാം. പക്ഷെ ആ വർത്താനം നമ്മളിങ്ങനെ
അവസാനം വരെ രസിച്ച് അങ്ങനെ, അല്ലെങ്കിൽ അതിൽ കരഞ്ഞും രസിച്ചും അങ്ങനെ ഇരുന്ന് പോവുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പല പാറ്റേൺ ഉണ്ട്. മാടൻ മോക്ഷം ഈ സ്പേസ് എന്താ പറയുക, ഒരു സ്പേസിനെ ഉപയോഗിച്ചുള്ള നാടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു കുന്നിൻ ചെരുവ് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ തന്നെ നാടകം ആ സ്പേസിലനുസരിച്ച് വേറെ സെറ്റ് ഇടുകയല്ല ചെയ്യുന്നത്. ഒരു നമുക്ക് നമ്മുടെ കഥയ്ക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിൽ കുറച്ച് കാണികളെ ഇരുത്താനും പറ്റുമെങ്കിൽ ആ സ്പേസ് തിരഞ്ഞു ചെന്ന് നാടകം കളിക്കുന്ന സമ്പ്രദായം. അതിൻ്റെ ഒരു ഉദാഹരണം ഖസാക്കിൻ്റെ ഇതിഹാസം വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു വലിയ ആൽമരവും ഒരു ഗ്രൗണ്ടും അങ്ങനെയൊക്കെയുള്ള ഒരു പരിസരത്താണ് അത് കളിച്ചിരുന്നത് ആദ്യം. പിന്നെ അത് തിയേറ്റർ ഫെസ്റ്റിവലിൽ അതിനനുസരിച്ച് വേറെ പെണ്ണുടൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടൊരു നാടകം പറയാൻ നിന്നിരുന്നു, അതിൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നു. ഇതേ സമാനമായിട്ട് ഇത് പരിസ്ഥിതി മഹാഭാരതത്തിലെ മഞ്ഞു മൂടിയ മലകൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ശ്രീജിത്ത് മറ്റേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവിടുത്തെ കാട് പ്രദേശത്ത് മഹാഭാരതത്തിന് ഒരു എന്താ പറയുക, ഒരു വളരെ ട്രൈബൽ രീതിയിലുള്ള ആംഗിളിൽ അഭിനയിച്ച കുറേ ആക്ടേഴ്സുള്ള, അവിടുത്തെ മരങ്ങളും അവിടുത്തെ മറ്റു കുന്നും പിന്നെ അങ്ങനത്തെ സ്പേസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കാണികളിങ്ങനെ പല ഭാഗങ്ങളും നിരന്നിങ്ങനെ ഇരുന്നിട്ട് ഈ മരത്തിൻ്റെ ഉള്ളിൽക്കും അവിടെയൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ക്യാരക്ടേഴ്സ് അതിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് ഡയലോഗ് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കളിച്ചിരുന്നത് നിങ്ങൾ മുന്നിൽ കണ്ടല്ലോ. അതിൻ്റെ ഞാൻ തന്നെ പറയണ്ട, അതിൻ്റെ എന്തെങ്കിലും ഒന്ന് പറയും, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും, അതിൻ്റെ ഓർമ്മയിൽ നിന്ന്. മഹാഭാരതത്തിലെ ആ മഞ്ഞുമൂടിയ മലകൾ ശ്രീജിത്ത് രമണനാണ് സംവിധാനം ചെയ്തത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ അധ്യാപകനുമാണ്. അതിനെക്കുറിച്ചൊന്ന് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ മതി, അത് കണ്ടപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ്. അത് തന്നെ നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ മുകൾ ഭാഗം അവിടെ മരങ്ങൾ ഉപയോഗപ്പെടുത്തി, പിന്നെ അവിടേക്ക് താഴേക്കുള്ള വഴി ഉപയോഗപ്പെടുത്തി, മരത്തിൻ്റെ മുകളിൽ സീനുണ്ടായിരുന്നു താഴെ. എന്നാൽ ആ പ്രകൃതി അതേപോലെ ഉപയോഗപ്പെടുത്തി ഡയലോഗില്ലാത്ത നാടകമായിരുന്നു അത് കംപ്ലീറ്റ്. പക്ഷേ മഹാഭാരതം അറിയുന്ന ആളുകൾക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇരിക്കാനൊന്നും പ്രത്യേക സ്ഥലമല്ല. ഈ മലയുടെ ഒരു സൈഡിൽ ഇപ്പുറത്ത് ആളുകൾ ഇരിക്കുന്നു, മുന്നിലിരിക്കുന്നു, ഇരിക്കാം. അങ്ങനെ പ്രത്യേകം അങ്ങനെ ഒരു സംവിധാനമല്ല. ലൈറ്റൊക്കെ വളരെ കുറഞ്ഞ ലൈറ്റുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് അത് ഒരു കാട്ടിൽ നടക്കുന്ന സംഭവിക്കുന്ന ഒരു ഫീല് തരുന്ന ഒരു നാടകം. നമുക്ക് അങ്ങനത്തെ ഒരു നാടകത്തിൻ്റെ ആദ്യ അനുഭവമായിരുന്നു അത്. കുറച്ച് കാലമായി അതുകൊണ്ട് അതിൻ്റെ വലിയ അർത്ഥത്തിലുള്ള ഓർമ്മ കുറവുണ്ട്. ഞാൻ ഓരോരോ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇങ്ങനെ വിളിച്ചു എന്നുള്ളൂ. ശങ്കർ വെങ്കിടേഷ് വാട്ടർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ നാടകവും സഹ്യൻ്റെ മകനും ചെയ്തിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്ന് പറയുന്ന കവിത ഒരു ആനയുടെ പേഴ്സ്പെക്റ്റീവ്, ജാപ്പനീസ് ആക്ട്രസ്സാണ് അതിൽ ആനയായിട്ട് അഭിനയിച്ചത്, ഒരു മെലിഞ്ഞ ജാപ്പനീസ് ആക്ട്രസ് ശരിക്കും. എന്നിട്ട് ഈ സഹ്യൻ്റെ മകൻ ഈ ഒരൊറ്റ ആക്ടർ കളിച്ചു. അയാൾ തന്നെ പിന്നെ ശങ്കർ വെങ്കിടേഷ് തന്നെ, അയാൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കഴിഞ്ഞ് പുറത്തൊക്കെ വലിയ പഠിച്ചിട്ടുള്ള ആളാണ്, സിംഗപ്പൂരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ആൾ, തിയേറ്റർ സ്കൂളിൽ ചെയ്തതാണ് വാട്ടർ സ്റ്റേഷൻ. വാട്ടർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാതന്തു ഇതാണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്തുനിന്ന് ആളുകൾ വെള്ളം തേടി പോകുന്നതാണ്, വെള്ളമുള്ള സ്ഥലത്തേക്ക്. പക്ഷേ ഈ നാടകം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും വാട്ടർ സ്റ്റേഷൻ കോഴിക്കോടും കളിച്ചിട്ടുണ്ട്, തൃശ്ശൂരൊക്കെ കളിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ആക്ടർ അവിടേക്ക് എത്താൻ 1 മണിക്കൂർ എടുക്കുക. ഒരു ആക്ടർ എങ്ങനെ ആ ആക്ടർ നടന്നു, പക്ഷേ നമുക്ക് ഭയങ്കര അനുഭവമാണ്. അയാൾ ഇങ്ങനെ നടക്കുന്നത് അവിടേക്ക് എത്തുള്ളൂ. അയാൾ മാത്രമല്ല, അതിലെ മുഴുവൻ ക്യാരക്ടേഴ്സും. പക്ഷെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തൃശ്ശൂർ. പല കാര്യങ്ങളും സ്റ്റേജിൽ നടക്കുന്നുണ്ട്, വളരെ സ്ലോ. സ്റ്റേജിലെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, സ്ലോവിലാണ് നടക്കുന്നത്. ഒരു കച്ചവടക്കാരൻ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും ബാണ്ട് പറ്റി. അയാൾ അവിടുന്ന് ഇങ്ങോട്ടെത്താൻ ഒരുപാട് സമയം എടുക്കും. ഇവിടുന്ന് വേറെ ആൾ വരുന്ന അയാൾ ഇവിടേക്കെത്താൻ സമയം എടുക്കും. അതിനനുസരിച്ച് മ്യൂസിക്കും. ഈ സത്യത്തിൽ ഇയാൾ ഇവിടെ എത്തുന്നതോടുകൂടി കഥ തീരും.
വെള്ളം തെരഞ്ഞിട്ടുള്ള പലതരം മനുഷ്യരുടെ പല സ്ഥലത്തു നിന്ന് ക്യാരക്ടേഴ്സ് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും, നമ്മൾ അത്ഭുതപ്പെടും. അപ്പോൾ അത്രയും സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. പക്ഷെ അതിനകത്ത് ഈ കഥ നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ പറഞ്ഞ ഓരോ ഇങ്ങനത്തെ പലതരം നാടകങ്ങൾ പറയുകയാണെങ്കിൽ പലതരം നാടകങ്ങൾ കലർപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ട് തരം രീതികൾ. അപ്പോൾ കവിതാരചനയിലും കഥയിലൊക്കെ ഉപയോഗിക്കാവുന്ന രണ്ട് പോസ്റ്റ് മോഡേൺ ടെക്നിക്സാണ് പാരഡിയും പാസ്റ്റിഷും. പാരഡി എന്ന് പറഞ്ഞാൽ മുൻപ് നിൽക്കുന്ന ഒരു പ്രസിദ്ധമായ ഒരു ഫോം, ആ ഫോമിനെ നമ്മൾ അതേപോലെ ആവർത്തിക്കുക. എന്നാൽ പാസ്റ്റിഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, അത് പഴയ ഒരു ഫോമിനെ നമ്മൾ ഓർമ്മിപ്പിക്കും. ഉദാഹരണമായിട്ട് എന്നിടത്തിൽ ഉന്നയി കൊടുത്തേൻ എന്നുള്ള സിനിമ പേരുണ്ടല്ലോ. അപ്പോൾ ഉള്ളതെല്ലാം നുള്ളിക്കൊടുത്തേൻ എന്ന് പറയുന്നത് അതിൻ്റെ പാരഡി. അതേ ഫോമിൽ ഇത് ആവർത്തിക്കുന്നു. എന്നാൽ അതെ, പല ഒരു കൃതിക്കകത്ത് പല പഴയ ഫോമുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന പുതിയൊരു രചന എടുത്ത്, പഴയതിൻ്റെ കോപ്പിയല്ല. ഇപ്പോൾ പാസ്റ്റിഷിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നാടകമല്ല, കവിതയാണ്. എൻ്റെ വിഷയം കവിതയായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്. ഇപ്പോൾ പൂത്തപടി എന്ന് പറഞ്ഞിട്ട് വീരാൻകുട്ടിയുടെ ഒരു കവിതയുണ്ട്, പൂത്തപടി. താഴ്വരയിലെ ഉണങ്ങിയ മരങ്ങൾക്കിടയിൽ താഴ്വരയിലെ പച്ചകൾക്കിടയിൽ ഉണങ്ങി നിൽക്കും മരമേ, പൂത്തതാണെന്ന് കരുതി നിന്നെ ഒരാൾ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകും. ഞാൻ അതിൻ്റെ ആശയം പറയുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങുകയില്ലല്ലോ നീ. അത് ഉണങ്ങി നിൽക്കും മരമാണ്, പക്ഷെ അയാൾ പൂത്തതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ പകർത്തിക്കൊണ്ടുപോയി. അയാളുടെ ഉള്ളിൽ എന്താണ്? കാലാകാലം നീ പൂത്തു നിൽക്കുന്നതാണ്, നീ ഒരിക്കലും നീ ഉണങ്ങുകയില്ലല്ലോ. ഇതാണ് എന്ത് വീരാൻകുട്ടിയുടെ കവിത. പക്ഷേ ഈയിടെ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട എൻ്റെ സുഹൃത്ത് കവിയായ AC ശ്രീഹരി അതിൻ്റെ ഒരു പാസ്റ്റിഷ് അവതരണമുണ്ട്. പാരഡിയല്ല, ഇതൊരു പുതിയ കവിതയാണ്. ചത്തപടി എന്നാണ് അതിൻ്റെ തുടക്കം. ചത്തപടി. ബീവറേജിൻ്റെ ക്യൂവിനിടയിൽ വീണ് കിടക്കും മനമേ എന്നാണ്. ചത്തതാണെന്ന് കരുതി പൂസായതാണെന്ന് കരുതി നിന്നെ ഒരാൾ പകർത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകും, ഇനിയൊരിക്കലും ചാവുകയില്ലല്ലോ നീ എന്നാണ്. അപ്പോൾ ഇത് കേവലം പാരഡിയല്ല, നമ്മളത് വീരാൻകുട്ടിയുടെ കവിതയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എന്നാൽ അതൊരു പുതിയ രചനയായി, പുതിയൊരു അനുഭവമായി, പുതിയൊരു രാഷ്ട്രീയമായി മാറുന്നു. ഇതാണ് പാസ്റ്റിഷ്. ഇത് അതെ, പാരഡി ഉണ്ട്, പാസ്റ്റിഷും ഉണ്ട്. രണ്ടും ഉപയോഗിച്ച ആളാണ് AC ശ്രീഹരി. ഇത് വലിയ വലിയ കവികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് വേറെ ഫോമിനെ ഓർമ്മിപ്പിക്കുന്ന രീതി. നാടകം, ഇപ്പോൾ നാടകത്തിൽ ശാകുന്തളം എന്ന നാടകം ഇപ്പോൾ അവതരിപ്പിക്കുന്നു. പക്ഷെ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയ ഫോമിൽ. അത് പാസ്റ്റിഷിൻ്റെ ഉത്തരാധുനികതയുടെ ഒരു രീതിയാണ്. ഇങ്ങനെ പലതിനെ ഒട്ടിച്ച് ചേർക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. PASTICHE അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞാൽ കാണേണ്ടതും അതിലത്തെ പുതിയ എക്സ്പീരിയൻസൊക്കെ വീഡിയോ വിഷ്വൽസൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഞാനതിൻ്റെ ചെറിയ സാധനങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പലരും കണ്ട നാടകങ്ങളിൽ തന്നെ പറയാൻ വേണ്ടി ഞാൻ അവരെയൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നാടകങ്ങൾ എന്ന് അറിയാമെന്ന് മാത്രമേ ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഇതിൽ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് നിർത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. ഇല്ല, ഒന്ന് വൈൻഡപ്പ് ചെയ്തതിനു ശേഷം ചുരുക്കി പറയുകയാണെങ്കിൽ പുതിയ നാടകങ്ങൾക്കുള്ള സവിശേഷത പറഞ്ഞാൽ കൂടുതൽ
കാണികളിലേക്ക് ഇറങ്ങുന്നു, കാണികളുടെ പ്രതികരണം ഏറ്റുവാങ്ങുന്നു. കാണിയെ പഴയ കാലത്ത് കണ്ടിരുന്ന പോലെ നിസ്സംഗനായി നിന്ന് നോക്കി നിൽക്കുന്ന ആളായിട്ടല്ല പുതിയ നാടകങ്ങൾ സങ്കല്പിക്കുന്നത്. കാണിയുടെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നു, കാണിയുടെ പുതിയ പ്രതികരണങ്ങളെ തൻ്റെ നാടകത്തിലെ ഡയലോഗ് പോലെ മാനിക്കുന്നു. അങ്ങനത്തെ ഒരു രീതി പുതിയ നാടകങ്ങൾക്കുണ്ട്. 2, പുതിയ നാടകങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു സമ്പൂർണ്ണാനുഭവം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശ്രമമുണ്ട്. 3, പുതിയ നാടകങ്ങൾക്കുള്ളൊരു സവിശേഷത പലപ്പോഴും കഥാപാത്രങ്ങൾ പോലും ആവശ്യമില്ല, അല്ലെങ്കിൽ ആക്ടർ പോലും ആവശ്യമില്ലാത്ത വിധം ആ സ്പേസ് മാത്രം അർത്ഥം നിർണ്ണയിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ ഒരു ഡെഡ് ബോഡി മാത്രം കാണിച്ചുകൊണ്ട് വലിയൊരു ആശയത്തെ പ്രതിഫലിപ്പിച്ചത്. അപ്പോൾ അവിടെ നടൻ പോലും ആവശ്യമില്ലാത്ത തരത്തിലേക്ക് ഒരു സന്ദർഭം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു സ്പേസ് മാത്രം നിങ്ങൾക്ക് ഒരു വിഷയത്തിന് അനുകൂലമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് പോലും പുതിയ കാലത്ത് നാടകങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ അത് ഇമ്മേഴ്സീവ് തിയേറ്റർ, അത് നമ്മളങ്ങോട്ട്, അതാണ് അതിൻ്റെ ഉദാഹരണമാണ് ഈ മരണം അനുഭവിപ്പിച്ച് അവിടെ നമ്മളെ കൂടി അതിൽ കിടത്തിക്കൊണ്ടുള്ള. ആദ്യം പറഞ്ഞ ഓഡിറ്റോറിയത്തിലെ ഡെഡ് ബോഡി കാണുന്നത് അത്ര ഇമ്മേഴ്സീവ് അല്ല, അതൊരു സ്പേസ് അന്തരീക്ഷ സൃഷ്ടി മാത്രമായിരുന്നു, അതിലൂടെ കഥ പറയായിരുന്നു. ഇതല്ല സംഭവിച്ചത്. കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ്. മറ്റതിലുള്ള ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് ഇത് കാണുന്നു, ശരിക്കും നമുക്കത് നമ്മളതിൽ ലയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ അതിൽ ക്യാരക്ടേഴ്സായിട്ട് കിടക്കുക. അവസാനമാകുമ്പോൾ നമ്മളെ കണ്ണ് കെട്ടി മണലിലും ചെളിയിലും ഒക്കെ നടത്തുകയാണ്. അവിടെ തന്നെ ഒരു സൈക്കോളജിക്കലി നമ്മൾ അതിൻ്റെ അകത്തേക്ക് അവർ പെടുത്തിക്കഴിഞ്ഞു, നമ്മളതിലെ ക്യാരക്ടേഴ്സ് ആയിക്കഴിഞ്ഞു. ആ ഒരു പാറ്റേൺ, അങ്ങനെ പല തരത്തിലുള്ള പുതിയ നവ അന്വേഷണങ്ങളുടെ പാറ്റേണുകൾ ഈ പുതിയ കാല നാടകങ്ങളിലുണ്ട്. ശരിക്കും അതിന് ഉത്തരാധുനിക നാടകം എന്നല്ല പറയേണ്ടത്, നവനാടകമെന്നോ സമകാല നാടകമെന്നോ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. പിന്നെയുള്ളൊരു രീതി എന്ന് പറയുന്നത്, അത് അഗസ്റ്റോ പോലൊക്കെ പരീക്ഷിച്ചതാണ്, ഇൻവിസിബിൾ തിയേറ്റർ എന്നൊക്കെ പറയാവുന്ന, പിന്നെ ആക്ടേഴ്സ് ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് പലയിടങ്ങളിൽ നിന്ന് ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് നാടകമാവുന്ന, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള തെരുവ് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഗസ്റ്റോ പോലിൻ്റെ. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ പുതിയ കാലത്ത് പലരും സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അതോടൊപ്പം റിഹേഴ്സൽ ക്യാമ്പുകളിലൂടെ ഡെവലപ്പ് ചെയ്ത് ആക്ടേഴ്സിൻ്റെ മാത്രം ബലത്തിൽ മുന്നോട്ട് പോകുന്ന നാടകങ്ങൾ, അങ്ങനെയൊക്കെ പലതരം പരീക്ഷണങ്ങളും മലയാള നാടകത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രൊജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കഥയ്ക്ക് അനുസരിച്ചുള്ള നാടകങ്ങൾ, ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ പിന്നെ എന്താ പറയുക, അത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സമഗ്രമായിട്ടുള്ള ആസ്വാദനം, അനുഭവങ്ങൾ, സ്പേസിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെ സ്പേസ് സ്പെസിഫിക് തിയേറ്റർ, ഇമ്മേഴ്സീവ് തിയേറ്റർ, സ്പെക്ടാക്ടർ എന്ന രീതിയിലുള്ള തിയേറ്റർ, സ്പെക്ടേറ്റർ അല്ല സ്പെക്ടാക്ടർ എന്ന രീതിയിലുള്ള തിയേറ്റർ, കഥയില്ല, ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവർ സംഭാഷണത്തിലൂടെ ആ സന്ദർഭത്തിനനുസരിച്ച് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്ന തിയേറ്റർ, പൂർവമായിട്ട് പ്ലാൻ ചെയ്യാതെയൊക്കെ വന്നിട്ട് ആക്ടേഴ്സ് മാത്രം വന്നിട്ട് അപ്പം ആളുകൾ എന്തൊക്കെ പ്രതികരിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പലതരം പരീക്ഷണാത്മകമായിട്ടുള്ള നാടകങ്ങളും ഇറ്റ്ഫോക്കിൽ വരെ വരുന്നുണ്ട് അത്തരം നാടകങ്ങൾ. പിന്നെ പാവകളും സ്ക്രീനും ആക്ടേഴ്സും ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള നാടകങ്ങൾ. പൊതുവെ പണ്ട് മുതലേ നാടകം എന്ന് പറഞ്ഞാൽ സർവ്വ കലകളും അതിൽ വരുന്നുണ്ട്. മ്യൂസിക് വരുന്നുണ്ട്, ആക്ടിങ് വരുന്നുണ്ട്, ലിറ്ററേച്ചർ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു മേളനമാണ് പഴയ കാലം മുതൽ തന്നെ നാടകം എന്ന് പറയുന്നത്. പുതിയ ആർട്ട് ഫോമുകളൊക്കെ മിക്സ് ചെയ്യുന്നതാണ് പുതിയ കാലത്തെ നാടകങ്ങൾ. ഇതാണ് ഒരു ജനറലായിട്ട് പറയാനുള്ളത്.